നിലമ്പൂർ വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അനധികൃത വൈദ്യുതി കെണിയാണ് അപകട കാരണമെന്ന് എഫ്ഐആർ വ്യക്തമാക്കി. മറ്റുള്ളവർക്ക് അപകടമുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തിയാണ് നടന്നതെന്നും എഫ്ഐആറിൽ പറയുന്നു. കെഎസ്ഇബി ലൈനിൽ നിന്ന് അനുമതിയില്ലാതെ വൈദ്യുതി എടുത്താണ് കെണി സ്ഥാപിച്ചിരുന്നതെന്ന് പോലീസ് പറയുന്നുണ്ട്. മരിച്ച അനന്തുവിന്റെ പോസ്റ്റ്മോർട്ടം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നടക്കും. ഷോക്കേറ്റ മറ്റ് 2 കുട്ടികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് വഴിക്കടവ് സ്വദേശി വിനേഷ് ഉൾപ്പെടെ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. വിനീഷ് എന്നയാളാണ് കേസിലെ മുഖ്യപ്രതി. 2ാം പ്രതിയായ കുഞ്ഞു മുഹമ്മദും കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇരുവരുടെയും അറസ്റ്റ് ഉടനുണ്ടാകും. 2 പേരും സ്ഥിരം കുറ്റവാളികളെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇരുവരും കെണിവെച്ച് മൃഗങ്ങളെ പിടിച്ചതിനു ശേഷം ഇറച്ചി വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇരുവരും ലഹരിക്ക് അടിമകളാണെന്നും പരാതിപ്പെടാൻ ഭയമുണ്ടെന്നും നാട്ടുകാർ വ്യക്തമാക്കി. കെഎസ്ഇബി ലൈനിൽ നിന്ന് അനധികൃതമായി വൈദ്യുതി എടുത്ത് കെണി സ്ഥാപിച്ച് പന്നിയെ പിടിച്ച് മാംസവ്യാപാരം നടത്തുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചേർന്നത്. ഇവർക്ക് സ്ഥലമുടമയുമായി ബന്ധമൊന്നും ഇല്ലെന്നാണ് പ്രാഥമിക വിവരം. അനന്തുവിന്റെ ബന്ധു സുരേഷിന്റെ പരാതിയിലാണ് പോലീസ് നരഹത്യാ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത്. അനന്തു അപകടത്തിൽപ്പെട്ടത് കാൽ വൈദ്യുതി കമ്പിയിൽ തട്ടിയതിനെ തുടർന്നാണെന്നും അനന്തുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് തനിക്ക് ഷോക്കേറ്റതെന്നും സുരേഷ് മൊഴി നൽകി. സമീപത്തെ തോട്ടിൽ മീൻ പിടിക്കാൻ പോയപ്പോഴാണ് അനന്തുവിനും മറ്റു 2 വിദ്യാർത്ഥികൾക്കും ഷോക്കേറ്റത്. മൊത്തം 5 പേരാണ് മീൻ പിടിക്കാൻ പോയിരുന്നത്. സംഭവത്തിൽ രാഷ്ട്രീയ പോര് മുറുകിയതോടെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കെണിയിൽ നിന്നാണ് വിദ്യാർത്ഥിക്കടക്കം ഷോക്കേറ്റതെന്നും വനം വകുപ്പിനോ സർക്കാരിനോ പങ്കില്ലെന്നും വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കി. അപകടം ഖേദകരമാണെന്നും സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്നും ശശീന്ദ്രൻ പറഞ്ഞു. എന്നാൽ സ്വകാര്യ വ്യക്തി കാട്ടിയ നിയമലംഘനത്തിന് വനം വകുപ്പിനെ പഴി പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും കാര്യമറിയാതെയാണ് പലരും സമരം നടത്തുന്നതെന്നും ശശീന്ദ്രൻ കൂട്ടിച്ചേർത്തു. അതേസമയം സർക്കാരിന്റെ വീഴ്ചയാണ് കുട്ടിയുടെ മരണത്തിന് ഇടയാക്കിയതെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് ആരോപിച്ചു. വൈദ്യുതി കെണികൾക്ക് കെഎസ്ഇബി മൗനാനുവാദം നൽകിയിട്ടുണ്ടെന്നും ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുമെന്നും ആര്യാടൻ ഷൌക്കത്ത് മുന്നറിയിപ്പ് നൽകി. സംഭവത്തിൽ സംസ്ഥാന പാത ഉപരോധിച്ച കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി CPM PB അംഗം എ വിജയരാഘവനും രംഗത്തെത്തിയിരുന്നു. വൈദ്യുതി മോഷ്ടിച്ചാണ് കെണിയൊരുക്കിയിരിക്കുന്നതെന്ന് KCB വ്യക്തമാക്കി കഴിഞ്ഞു. KCBയുടെ വൈദ്യുതി പോസ്റ്റിൽ നിന്ന് അനധികൃതമായ വൈദ്യുതി എടുക്കുകയായിരുന്നു. ഇൻസുലേറ്റഡ് വയർ ഉപയോഗിച്ചാണ് വൈദ്യുതി വലിച്ചത്. നടന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണെന്നും KCB വിശദീകരിച്ചു. കാട്ടുപന്നിയെ കൊല്ലാനായി സ്വകാര്യ ഭൂമിയിലാണ് വൈദ്യുതി കെണി സ്ഥാപിച്ചിരുന്നത്. ഈ ചാനൽ നിലമ്പൂർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.